viewers, and welcome to a fresh episode of Star Jam. This is your host Rohini Idukla, and I am bhayankara excited. In fact, I think the most excited of all the episodes. Karanam ende kude ullathu the very respectful and a very senior brother duo of Mollywood. നമ്മൾ ബോളിവുഡിൽ വളരെയധികം മ്യൂസിക്കൽ ഡ്യൂവോസ് കേട്ടിട്ടുണ്ട്. ലക്ഷ്മികാന്ത് പ്യാരേലാൽ, സാജിദ് വാജിദ്, so many more. But probably in Mollywood, the only brother musical duo. It's my pleasure and honor to introduce to you Bernie Ignatius. പ്രിയദർശൻ സാറിനോട് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഓൾമോസ്റ്റ് 3 ഫിലിംസ് വർക്ക് ചെയ്തിട്ടുണ്ട്. 3 എക്സ്പീരിയൻസ്. എങ്ങനെയായിരുന്നു ആദ്യത്തെ സിനിമ? അതായത് തേന്മാവിൻ കൊമ്പത്ത് ചെയ്യണം എന്ന് പറയുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, നമ്മൾ കമ്പോസ് ചെയ്യണം എന്നൊക്കെ പറയുന്ന. അതങ്ങനെ തേന്മാവിൻ കൊമ്പത്ത് ചെയ്യണം എന്ന് പറയാൻ കാര്യം തന്നെ ഞങ്ങൾ കാസറ്റ് ഫീൽഡിൽ കാസറ്റിന്റെ ഒരു വിപ്ലവ കാലഘട്ടം ഉണ്ടായിരുന്നു 84 മുതൽ. അപ്പൊ ആ സമയത്ത് രഞ്ജിനി കാസറ്റ്, ഒരുപാട് കാസറ്റ് കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തത് രഞ്ജിനി കാസറ്റിലാണ്. ഉസ്മാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ പേര് ഞാൻ ഒരുപാട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാന കാലഘട്ടം മുഴുവനും ഈ ഉസ്മാനുമായിട്ട് ഉള്ള വർക്കുകളാണ് ചെയ്യുന്നത്. എല്ലാ തരം വർക്കുകളും പുള്ളി ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഞങ്ങൾ ഷിബു ചക്രവർത്തി ലിറിക്സ്, ഞങ്ങൾ സംഗീതം, അങ്ങനെ ഒരു സ്ഥിരം കമ്പനി പോലെ പോയിക്കൊണ്ടിരിക്കുന്നു. ആ കാലഘട്ടം അതിന് അനുയോജ്യമായിരുന്നു. കാരണം കാസറ്റ് ആണ്, ഇന്നത്തെ പോലെ കമ്പ്യൂട്ടറും CD ഒന്നും അല്ല. അപ്പൊ പൈറസി ഇല്ല. കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പോൾ കാരണം ഒറിജിനൽ കാസറ്റ് തന്നെ വാങ്ങിക്കും. അപ്പോൾ ഒരാൾ ഒരിക്കൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ പിന്നെ ആ ഫീൽഡിൽ ഉണ്ടാവും. അങ്ങനെ ഇഷ്ടംപോലെ ലാഭം കിട്ടിയാലേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഓണപ്പാട്ടുകൾ, ക്രിസ്ത്യൻ ഡിവോഷണൽ, മുസ്ലിം ഭക്തിഗാനങ്ങൾ, ഹിന്ദു ഭക്തിഗാനങ്ങൾ, ഇങ്ങനെ ഓരോരോ കണ്ടപ്പോഴാണ് ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നത്. മോഹൻലാൽ പാടിയ ഒരു പൂക്കച്ച മഞ്ഞക്കച്ച അത് ഞാൻ കണ്ടായിരുന്നു. പുള്ളിയുടെ വളരെ യങ് ഏജിൽ മമ്മൂട്ടി പാടിയിരുന്നു. അതൊരു ചിൽഡ്രൻ സോങ്, ചിങ്ങപ്പൂവേ. പിന്നെ ചിൽഡ്രൻ സോങ്ങും പിന്നെ ചിങ്ങപ്പൂവേ അത് ഇതില് ഈ മോഹൻലാൽ പാടിയ കാസറ്റിൽ. അതിനു മുമ്പ് തന്നെ മമ്മൂട്ടിനെ കൊണ്ട് പഠിച്ചിരിക്കുന്നത് മറ്റേ കഥകഥ നായരെന്നും പറഞ്ഞൊരു പാട്ട് അദ്ദേഹം ആദ്യമായിട്ട് പാടിയതാണ്. അത് ഇവിടെ എറണാകുളത്തുള്ള സ്റ്റുഡിയോയിൽ പാടി പാതിരാത്രി. അപ്പോൾ നമ്മൾ പ്രിയദർശൻ സർ അതിന്റെ എക്സ്പീരിയൻസ് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ രഞ്ജിനി കാസറ്റിന്റെ ഓണറും ഞങ്ങളും കൂടി, ഉസ്മാനും ഞങ്ങളും കൂടി ഓണപ്പാട്ടിൽ സുജാതനെ പഠിക്കാൻ വേണ്ടി മദ്രാസിൽ പോയി. റെക്കോർഡിങ് കഴിഞ്ഞ് പിന്നെ ധാരാളം സമയമുണ്ട്. അപ്പോൾ ഈ ഉസ്മാൻ പറഞ്ഞ് നമുക്കവിടെ പ്രിയദർശനൊക്കെ ഉള്ളൊരു AVM സ്റ്റുഡിയോയിലൊരു പൂജ നടക്കുന്നുണ്ട്, മോഹൻലാൽ പ്രിയദർശനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ആ പൂജയിലൊന്നും സംബന്ധിക്കാൻ വേണമെങ്കിൽ പോയി. പോകാൻ പ്രിയാണല്ലോ. അവിടെ ചെന്ന് എല്ലാവരുടെയും കൂട്ടത്തിൽ നമ്മൾ കയറിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ പൂജ നടത്തുന്നുണ്ട്, അഭിമന്യു. അപ്പോൾ അതിൽ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും സ്വിച്ചൊക്കെ കൊടുക്കേണ്ട എല്ലാവർക്കും ഞങ്ങളൊക്കെ മേടിച്ച് കഴിച്ചു. അത് കഴിയുമ്പോഴത്തേക്കും ഉസ്മാൻ പ്രിയദർശനോട് പറഞ്ഞതാണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർമാർ സ്ഥിരമായിട്ട് എൻ്റെ കമ്പനിക്ക് വേണ്ടി ചെയ്യുന്നത് ഇത് ബേണി ഇഗ്നേഷ്യസ് എന്ന് പറഞ്ഞ ചേട്ടൻ തന്നെയാണ്, ഇവരൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഉടനെ പുള്ളി ഷെയ്ക്കാനൊക്കെ തന്നു. കൊള്ളാം, ഞാൻ നിങ്ങളുടെ പാട്ടം കേൾക്കാറുണ്ട്, നമുക്ക് ഏതെങ്കിലും ഒരു പടം നിങ്ങളുടെ സ്റ്റൈലിന് പറ്റിയ ഒരു പടം വരുമ്പോൾ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ഫോക്ക് എലമെന്റ് ഉണ്ട്. പിന്നെ ഹിന്ദി പാട്ടുകളിലേക്ക് ഒരു ആരാധകനാണ് പുള്ളി. ഞങ്ങൾ ഈ ഓണപ്പാട്ട് ചെയ്യുമ്പോഴും നമ്മുടെ തിത്തിത്താരം മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ ഈ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഫോക്ക് എടുത്തിട്ട് നമ്മുടെ നാടനിലേക്ക് അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു ചേഞ്ച് കിട്ടുമല്ലോ. അങ്ങനെ ഒരു പരീക്ഷണം ഞങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് പുള്ളിക്ക് വലിയ ഇഷ്ടമാണ് കാര്യത്തിൽ. ഈ തേന്മാങ്കുമ്പത്തിൻ്റെ ഒരു സ്റ്റോറി പുള്ളിയുടെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിന് പറ്റിയ പാട്ടുകൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്നൊരു തോന്നൽ വന്നപ്പോഴാണ് ഞങ്ങൾ വിളിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് പോയി. KSRTCയിൽ എനിക്ക് ജോലി. ബേണി ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് KSF ഇറങ്ങുന്ന സമയത്താണ് എം ജി ശ്രീകുമാർ വന്നിട്ട് അപ്പോൾ കൂടെ. അപ്പോൾ MG ശ്രീകുമാറിൻ്റെ ഫോൺ വന്നിട്ട് വേണു പറഞ്ഞ് ഇന്ന് എനിക്ക് പോകാൻ പറ്റില്ല, 3 മാസത്തെ ലീവും കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കയറാൻ പോവുകയാണ്, ഇനിയിപ്പോൾ എല്ലാം പിരിച്ചുകൂടെ ഉണ്ടെങ്കിൽ പറഞ്ഞു. അപ്പോൾ ഇല്ല, ഇന്ന് പിരിച്ചൊന്നും വിടാൻ പോലും, ഇന്ന് വന്നിട്ട് ഒരു ആവശ്യമുണ്ട് വാ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധമായിട്ട് വിളിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് ഹോട്ടലിൽ പോയിരുന്ന് കമ്പോസിങ്ങിനെ കുറിച്ച് അങ്ങനെ പടത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വേണി അവിടെ നിന്ന് വിളിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ് ചേട്ടൻ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഹോട്ടലിലേക്ക് വരണം, അത് പ്രിയദർശൻ മോഹൻലാൽ ടീമിൻ്റെ ഒരു പടം ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ഓടി അവിടെ ചെന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ എല്ലാവരും വിളിപ്പുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മോഹൻലാൽ വന്ന് ഒരു 8 മണി 9 ആറായപ്പോൾ മോഹൻലാൽ വന്ന്. അത് കഴിഞ്ഞിട്ട് ഇവരൊക്കെ പുറത്തേക്ക് ഇറങ്ങി പയ്യ. അപ്പോൾ MG ശ്രീകുമാർ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഓരോരോ പാട്ടുകൾ വെറുതെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും, പഴയ നാടക പാട്ടുകളോ ഇതൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ഒരു മൂഡ് കിട്ടണല്ലോ നമുക്ക്. അപ്പോഴാണ് പിന്നെ പ്രിയൻ രണ്ടാമതും കയറി വന്നു. കയറിയപ്പോൾ ഞാൻ പ്രിയനോട് ചോദിച്ച് സാർ എന്താണ് ഇതിൻ്റെ ടൈറ്റിൽ എന്താണെന്ന് ചോദിച്ചു പടത്തിൻ്റെ. അപ്പോൾ തേന്മാവിൻ കൊമ്പത്തുനിന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ടൈറ്റിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനങ്ങനെ ഓരോരോ അപ്പോൾ കുറച്ച് ട്യൂണുകളൊക്കെ ഇങ്ങനെയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്.
പിന്നെ അങ്ങനെ പുതിയ ഇതേ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനുണ്ട്. പിന്നെ 2-3 ദിവസം അടുപ്പിച്ച് അങ്ങോട്ട് ഇരുന്നതിൻ്റെ അകത്തല്ലേ 2 ദിവസം കൊണ്ട് തന്നെ ഏതാണ്ട് മാനം തെളിഞ്ഞു എന്നുള്ള പാട്ട് ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്തു. അപ്പൊ അങ്ങനെ ആണെങ്കിൽ നമുക്കൊരു പാട്ടിലേക്ക് തന്നെ പോവാം അല്ലേ? ഓക്കെ, അതെ അതെ. കള്ളി പൂങ്കുയിലെ എന്നുള്ള പാട്ട് അതിനകത്ത് എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു മെലഡിയാണ്. ഭയങ്കര സിറ്റുവേഷണൽ ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര സിറ്റുവേഷണൽ ആയിട്ടുള്ള ഒരു സോങ്. ഇതിൽ കള്ളിപ്പൂങ്കുയിൽ എന്നല്ല ആദ്യം എഴുതിയത്. ഞങ്ങൾ റെക്കോർഡിംഗ് നടക്കുന്ന സമയത്ത് മദ്രാസിലെ കന്നിത്തേനുണ്ണും ഇങ്ങനെ തുടങ്ങിയിരുന്നത്. കന്നിത്തേനുണ്ണും ഇങ്ങനെ പറഞ്ഞു. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ഓർക്കസ്ട്ര വെച്ചിട്ട് ഇങ്ങനെ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ സ്റ്റുഡിയോന്റെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ഇത് പാടി നോക്കിയാണ് പുള്ളി കൊണ്ടുവന്നിട്ട്. കന്നിത്തേനുണ്ണും കള്ളിപ്പൂങ്കുയിലെ ഞാൻ. അപ്പോൾ ഉസ്മാൻ കൊണ്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങളൊന്ന് രക്ഷപ്പെട്ട് കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം പുള്ളിക്കൊണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പുള്ളിയും പറഞ്ഞു അത് കന്നിത്തേനുണ്ണും എന്ന് പറഞ്ഞൊരു പാട്ട് നമുക്കത് എന്തെങ്കിലും മാറ്റി പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഗിരീഷുവിൻ്റെ ആരംഭകാലമാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഗിരീഷ് നമുക്കേ വിളിയായിട്ട് തുടങ്ങിയാലോ, കള്ളിപ്പൂങ്കുയിൽ അളവ് കറക്റ്റാണ്. എന്നാൽ അങ്ങനെ തരാം പുള്ളി. അപ്പം തന്നെ ഇൻസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ തന്നെ കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയെ എന്നൊക്കെ തന്നെ നോക്കുമ്പോൾ കറക്റ്റ് എന്നത് വെച്ച് പാടി നോക്കി. അങ്ങനെ അത് തിരിച്ചിട്ടിട്ടാണ് റെക്കോർഡ് ചെയ്തത്. അതാണ് ആ വിളിയായിട്ട് തന്നെ പുള്ളി വിളിപ്പിച്ചിട്ട് അങ്ങനെ അത് തുടങ്ങാനുള്ളൊരു പ്രചോദനം പുള്ളിക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഞങ്ങളെ കൊണ്ട് സാധിച്ചു എന്നാണ്. സത്യത്തിൽ ഈ പറഞ്ഞ പോലെ തേന്മാങ്കുമ്പത്തിലെ എല്ലാ പാട്ടുകളും റെക്കോർഡ് ചെയ്തിട്ട് തിയേറ്ററിൽ വിത്ത് വിഷ്വൽ കണ്ടപ്പോഴാണ് ഈ പാട്ട് ഇത്രയും വിഷ്വൽ കൊണ്ട് ഇത്രയും ഹൈറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് മനസ്സിലായത് തന്നെ. അന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിഷ്വൽ കൊണ്ട് പാട്ട് ലിഫ്റ്റ് ചെയ്യുന്ന ഡയറക്ടർമാർ വളരെ കുറവായിരുന്നു. ഇപ്പൊ ഒരുപാട് ആളുകളുണ്ട്. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ, കാവലിക്കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ടന്നൊരു കാലം നീളെ നീ പാറിപ്പറന്നൊരു കള്ളം പറഞ്ഞതെന്തേ, കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ. കാവതി കാക്കരൻ കൂട്ടി മുട്ടയിട്ടന്നൊരു കാനനം നീല നീ പാറിപ്പറന്നൊരു കള്ളം പറഞ്ഞതെന്തേ, കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ. ബേർണി ഇഗ്നേഷ്യസ് എന്ന മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കരിയർ തുടങ്ങിയത് ഡിവോഷണൽ സോങ്സിലൂടെയാണ്, റൈറ്റ്? അപ്പോൾ ഞാൻ വളരെയധികം സോങ്സ് കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മ വലിയ ഫാനാണ്, ഒരുപാട് സോങ്സ് കേട്ടിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ വെച്ച്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് 2 ലൈൻസ് ഒന്ന് മൂളാമോ? സിനിമയിലെ ഭക്തിയാണെന്നെ പാടികളെ. പിന്നെന്താ? ചിത്രപാടി അല്ലേ? പ്രിയം എന്നുള്ള പടത്തിൽ ചിത്രപാടി ഒരു സ്നേഹസ്വരൂപനാം നാഥ എന്നുള്ള പാട്ടുണ്ട്. ഓക്കെ. സ്നേഹസ്വരൂപനാം നാഥ നീയല്ലാതാരാളംബം, പാപങ്ങൾ പോക്കും കാരുണ്യമേ പാടി നിന്നെ വാഴ്ത്താം. സ്നേഹസ്വരൂപനാം നാഥ നീയല്ലാതാരാളംബം, പാപങ്ങൾ പോക്കും കാരുണ്യമേ പാടി നിന്നെ വാഴ്ത്താം. പാടി നിന്നെ വാഴ്ത്താം. പാടി നിന്നെ വാഴ്ത്താം. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് പറയാം. സ്വാമി വിവേകാനന്ദനെ കുറിച്ചൊരു ചിത്രം, ഗാന്ധിയുടെ ഒക്കെ പടങ്ങൾ ചെയ്തതുപോലെ അദ്ദേഹത്തെക്കുറിച്ചൊരു ചിത്രം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കും. 28-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ കമ്പോസിങ്ങിലാണ് ഇപ്പോൾ. അത് മലയാളമില്ല, ഹിന്ദി ഇംഗ്ലീഷാണ് ഇപ്പോൾ ആദ്യം അവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്? കുറച്ച് ഒരുപാട് റിസർച്ച് ചെയ്യേണ്ടി വരുന്ന ഒരു തീർച്ചയായിട്ടും. അത് പ്രത്യേകിച്ച് സ്വാമി വിവേകാനന്ദ ഈസ് ഫ്രം കൽക്കട്ട. അപ്പോൾ അതുകൊണ്ട് ആ രവീന്ദ്ര സംഗീതത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വേണം, ബൗൾ സംഗീതത്തിൻ്റെ ഇൻഫ്ലുവൻസ് വേണം, കൂട്ടത്തിൽ ഫോക്ക് മ്യൂസിക്കിൻ്റെ ഇൻഫ്ലുവൻസ് വേണം, പിന്നെ ഒരു സ്പിരിച്വാലിറ്റി
അദ്ദേഹം ഒരു സോഷ്യൽ റിഫോർമർ ആയിരുന്നു. അതെ. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് ഹിസ്റ്ററി പഠിക്കാനുണ്ട്. പിന്നെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ പറ്റി കൂടുതൽ അറിയാനുണ്ട്. ആ മാനസികാവസ്ഥയിലേക്ക് എത്താനുണ്ട്. അന്ന് ഇപ്പോഴത്തെ തലമുറ അത് ആസ്വദിക്കുകയും വേണം. അപ്പോൾ ഇപ്പോഴത്തെ സൗണ്ടിങ്ങിൽ നമ്മൾ അതേസമയം പുള്ളി ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ട് വേണം സംഗീതം ചെയ്യാനായിട്ട്. അങ്ങനെ വളരെ എളുപ്പം നമുക്ക് ഇപ്പോഴത്തെ ഒരു പടം ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. കുറച്ച് ചിന്തിച്ച് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് കർണാട്ടിക് മ്യൂസിക്കിനേലും കൂടുതൽ ഹിന്ദുസ്ഥാനി മ്യൂസിക്കും രവീന്ദ്ര സംഗീതം ഈസ്റ്റേൺ ഇന്ത്യയുടെ മ്യൂസിക് ഉണ്ടല്ലോ. നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ്റ്റേൺ ഇന്ത്യക്ക് ഒരു മ്യൂസിക് ഉണ്ട്, അത് ഹിന്ദുസ്ഥാനിയോട് ബ്ലെൻഡ് ചെയ്ത് കിടക്കണം മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് കർണാട്ടിക് മ്യൂസിക് ആണ്. 3 തരം മ്യൂസിക് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഫോക്ക് മ്യൂസിക്കും. അങ്ങനെ പലതരം സംഗീതത്തെ പറ്റി അറിഞ്ഞിട്ട് വേണം അത് ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഡയറക്ടർ പ്രദീപ് നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ സമയം എടുത്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് ആണ്. ലെറ്റ്സ് ഗോ ബാക്ക് ടു എത്ര വർഷങ്ങളായി ഇപ്പം നമ്മൾ മ്യൂസിക് ഇൻഡസ്ട്രിയിലായിട്ട്? മ്യൂസിക് ഇൻഡസ്ട്രിയിൽ തുടങ്ങിയത് 79-80. ഓക്കെ. സോ അത്രയും വർഷങ്ങളായി. അപ്പോൾ ലെറ്റ്സ് ജസ്റ്റ് പക്ഷേ ഇൻഡസ്ട്രിയിലേക്ക് മ്യൂസിക് ഡയറക്ടറായിട്ട് അതിനു മുമ്പ് ഈ പറഞ്ഞ ഇൻസ്ട്രുമെന്റ്സ് ബുൾബുളും ഇതൊക്കെ നമ്മളിപ്പോൾ വായിക്കുന്നുണ്ട്. അതൊക്കെ ജനിച്ച ചെറുപ്പകാലം പോലെ തന്നെ ചെയ്യുന്നുണ്ട്. So that's